നമസ്തേ. ഭാരതത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു നിയമമായിരുന്നു വഖഫിൻ്റെ ഭേദഗതി. അത് 1995-ലും 2013-ലും ആ ഭേദഗതിയിലൂടെ വഖഫ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് ആരുടെ സ്വത്തുക്കളിലും കടന്നു കയറാം. അത് സർക്കാരിൻ്റെ ആയാലും കൊള്ളാം, ഈ ദൈവത്തിൻ്റെ ആയാലും കൊള്ളാം, ക്ഷേത്രങ്ങളുടെ ആയാലും കൊള്ളാം. ഇങ്ങനൊരവസ്ഥ വന്നപ്പോൾ തമിഴ്നാട്ടിലൊരു ക്ഷേത്രവും അതിൻ്റെ ഭൂമി മൊത്തം കൈയടക്കും എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ഇതിനൊരു ഭേദഗതി വരുത്തിയേ പറ്റൂ എന്നുള്ള തീരുമാനത്തിൻ്റെ പേരിൽ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും വൻ ഭൂരിപക്ഷത്തോടുകൂടെ നമ്മുടെ ആദരണീയായ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഈ ബില്ല് കൊണ്ടുവരികയും അതിൽ വൻ ഭൂരിപക്ഷത്തോടെ അത് പാസ്സാക്കുകയും ചെയ്തു. അത് പാസ്സാക്കി കഴിഞ്ഞപ്പോൾ ഈ ഭാരതമൊട്ടാകെ അതിനെതിരെ പ്രതിഷേധങ്ങൾ, ഇവിടെ സെക്കുലർ പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ മതേതര പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന ചില പാർട്ടികൾ പോലും അവരുടെ യഥാർത്ഥ രൂപം അവിടെ ആ കോടതിയിൽ, സുപ്രീം കോടതിയിൽ അവർ കേസ് കൊടുത്തപ്പം പുറത്തു വന്നിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിലും ഭാരതത്തിന് അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ബംഗാളിൽ കൂട്ടക്കൊലയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഹിന്ദു വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 400ഓളം കുടുംബങ്ങൾ ആ നാട്ടിൽ നിന്ന് പലായനം ചെയ്തിരിക്കുന്നു. ഈ അവസ്ഥയിലേക്ക് ഭാരതത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു സ്വസ്ഥതയെ ബാധിക്കുന്ന, ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇത്തരം ഒരു ക്രൂരകൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് ഒരു ഭാരതീയൻ്റെ രാഷ്ട്രത്തിൽ വിശ്വസിക്കുന്ന, ഭാരതീയയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ കടമയാണ്. അതിൽ പ്രകാരം ഇന്ന് ഈ ഞായറാഴ്ച ഏപ്രിൽ 20 ഞായറാഴ്ച ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഭാരതമൊട്ടാകെ വിശ്വഹിന്ദു പരിഷത്തും മറ്റെല്ലാ ഹൈന്ദവ സംഘടനകളും ചേർന്ന് വിളക്ക് കത്തിച്ച്, വിളക്കോ ചിരാതോ നമ്മുടെ സൗകര്യം പോലെ കത്തിച്ച് നമ്മുടെ വീടുകളിലായാലും ക്ഷേത്രങ്ങളിലായാലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലായാലും എവിടെയാണോ നമ്മളുള്ളത് അവിടെയെല്ലാം കത്തിച്ച് ഒരു 5 മിനിറ്റ് നേരം ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയും ഹിന്ദു രക്ഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഹിന്ദു രക്ഷാ ദീപം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. ഇതൊരു വൻ വിജയമാക്കി തീർക്കണമെന്ന് ഈശ്വരൻ്റെ പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. സ്വാമി ശരണമയ്യപ്പ.